ഹായ് മക്കളെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിലെ ചാപ്റ്റർ നമ്പർ 2 ആയിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലകളും ഗ്രാഫുകൾ ഉണ്ടെങ്കിൽ അതും ഇതെല്ലാം നമ്മൾ ഈ ഒരൊറ്റ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ തുടങ്ങല്ലേ. ഇതിലെങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് സൈൻ എക്സ് മക്കൾ ഓൾറെഡി പ്ലസ് 1 പഠിച്ചു വെച്ചിട്ടുണ്ട്. സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ടാൻ എക്സിൻ്റെയും എല്ലാ ഗ്രാഫുകളും നിങ്ങൾ ഓൾറെഡി പ്ലസ് 1 പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇക്കൊല്ലം പഠിക്കുന്നത് അതിൻ്റെ ഇൻവേഴ്സുകളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. സോ ഇവിടെ നമുക്ക് എന്താണ് വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. -π/2 ഇവിടെ എന്താണ് വന്നേക്കുന്നത്, -1 ആണ്. അതുപോലെ തന്നെ π/2 ഇവൻ്റെ വാല്യൂ എന്താണ് വന്നേക്കുന്നത്, 1 ആണ് വന്നേക്കുന്നത്. സോ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ഒരു ഗ്രാഫ്. ഈ വാല്യൂസ് മക്കൾ നോക്കുക. ഇത് മൊത്തത്തിലായിരിക്കില്ല നമുക്ക് എന്ത് തരില്ല, എക്സാമിന് ചോദിക്കാം. സോ ഇതിങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു പ്രാവശ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ചത് എങ്ങനെയാണെന്ന് അറിയോ, ഇവിടെ π/2 ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ -π/2 ഉണ്ട്. ഗ്രാഫ് വന്നത് ഇതേപോലെയായിരുന്നു ഗ്രാഫ് വന്നത്. എന്നിട്ട് ചോദ്യം ചോദിച്ചത് ഇത് ഏതിൻ്റെ ഗ്രാഫാണെന്നാണ്. നമ്മൾക്ക് അറിയാവുന്ന ഒരു ഗ്രാഫിൻ്റെ ഒരു ഫോമാറ്റ് ഒന്നുമല്ല. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഈ വാല്യൂസ് മക്കൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇതെങ്ങനെയാണ് വരിക, π/2 ഇവിടെ എത്രയായിരിക്കും, 1 ആയിരിക്കും. -π/2 ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, -1 ആയിരിക്കും. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. സോ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഈ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ പഠിച്ചു വെച്ചേക്കുക. സെക്കൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് കോസ് എക്സിൻ്റെ ഗ്രാഫാണ്. കോസ് എക്സിൻ്റെ ഗ്രാഫിൽ നിങ്ങൾ നോക്കുമ്പോൾ -π/2 അവൻ എത്രയാണ്, 0 ആണ്. 0ൽ 1 വരും. എഗെയിൻ π/2 അത് എത്ര തന്നെ വരും, 0 തന്നെ വരും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിലേക്ക് നോക്കുക. ഇവിടെയും ആ ഒരേ ഗ്രാഫിനെ തന്നെ ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനു കിട്ടും, കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടും. സോ നിർബന്ധമായിട്ടും ഇവിടെയും നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇതേ ലെവലിൽ തന്നെ പഠിക്കുക. തൊട്ട് മുമ്പ് നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ് പഠിച്ച അതേപോലെ തന്നെ ഇതിലും പഠിക്കണം. അപ്പോൾ ഇവിടുത്തെ വാല്യൂ നോക്കേണ്ടത് ഇവിടെ എത്രയാണ്, 1 ആണ്. ഇവിടെ എത്രയാണ്, -1 ആണ്. ഇവിടെ എത്രയാണ്, 0 ആണ്. ഈ വാല്യൂ എത്രയാണ്, π/2 ആണ്. ഈ വാല്യൂ എത്രയാണ്, -π/2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരാൻ പോകുന്നത് ഇതേ ഷേപ്പിലായിരിക്കും. ഈ ഒരു ഷേപ്പ് പഠിച്ചു വെക്കുക. ഒരു പ്രാവശ്യം ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്രാഫ് മറന്നു പോകരുത്. ഇത് മൊത്തത്തിൽ നമുക്ക് ഒരിക്കലും എക്സാമിന് തരില്ല. പകരം നമുക്ക് തരുന്നത് ഇതേപോലെയുള്ള ഷേപ്പിലായിരിക്കും. അപ്പോൾ ഗ്രാഫ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നമ്മൾ ആകെ പഠിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ഷേപ്പിലുള്ളത് മാത്രമാണ്. പക്ഷേ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. ടാൻ എക്സിൻ്റെ ഗ്രാഫാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സോ ഇതിൻ്റെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫും നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. സോ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, വാല്യൂസ് നോക്കുക. ഒരു കാര്യം എപ്പോഴും ആലോചിക്കണം, ടാൻ 90യുടെ വാല്യൂ എത്രയാണ്, ടാൻ 90 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ താഴത്തെ എന്താവും, 0. അപ്പോൾ 0ലേക്ക് അവൻ എന്ത് ചെയ്യില്ല, മുട്ടില്ല. സോ അപ്പോൾ ആ ഒരു വാല്യൂ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇത് ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്താണ്, ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0 ഉണ്ടാവും. ആ ഒരു രീതിയിൽ നോക്കുക. ഇവിടെ ഉണ്ടാവും. സോ ഇങ്ങനെയായിരിക്കും ഗ്രാഫിൻ്റെ ഷേപ്പ് വരുന്നത്. വാല്യൂ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഈ ഒരൊറ്റ ഷേപ്പ് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് പഠിക്കണം, ഇതാണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് കൃത്യമായിട്ട് നമ്മളുടെ മനസ്സിലുണ്ടാവണം. ഈ ഒരു ഐഡിയ ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ മക്കൾ പഠിച്ച ടേബിളാണ്. ടേബിൾ വെച്ചിട്ട് വേണം ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ടേബിളിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു വാല്യൂ ഉണ്ടല്ലോ, പൈ എന്ന് പറയുന്ന വാല്യൂ ആണ്. പൈ എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്, 180 ഡിഗ്രിയാണ്. സോ അങ്ങനെയാണെങ്കിൽ 2π എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 2 × 180 അല്ലേ, അത് എത്രയാണ്, 360 ഡിഗ്രിയാണ്. സോ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് വാല്യൂസ്, ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. സോ അടുത്തത് ഞാൻ എടുക്കുകയാണ് π/6 ആണ്. π/6 എന്ന് പറഞ്ഞാൽ 180/6 ആണ്. അത് എത്ര കിട്ടും, 30 ഡിഗ്രി കിട്ടും. അടുത്തത് π/4 ആണ്. π/4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 180/4 ആണ്. അത് നമുക്ക് എത്ര കിട്ടും, 45 ഡിഗ്രിയാണ്. അടുത്തത് π/3 ആണ്. അത് എത്ര വരും, 180/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രിയാണ്. ദെൻ π/2 ആണ്. അത് എത്ര വരും, 90 ഡിഗ്രിയാണ്. ഇത്രയും ഐഡിയ മനസ്സിൽ വെക്കണം. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ടേബിൾ വരയ്ക്കലാണ്. അപ്പോൾ ടേബിൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആരെയൊക്കെ വേണം, സൈൻ വേണം, കോസ് വേണം, സീക്ക് വേണം, കൊസീക്ക് വേണം, ടാൻ വേണം, കോട്ട് വേണം. ഇവരെല്ലാവരെയും നമുക്ക് ആവശ്യമുണ്ട്. സോ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ് ആദ്യം ചെയ്യുക. സൈൻ ഉണ്ട്, അതുപോലെ തന്നെ കോസ് ഉണ്ട്, ടാൻ ഉണ്ട്, കൊസീക്ക് ഉണ്ട്, സീക്ക് ഉണ്ട്, ആൻഡ് കോട്ടും ഉണ്ട്. സോ നമ്മൾ എടുക്കേണ്ടത് 0 ഡിഗ്രിയാണ്.
അടുത്തത് 30 ഡിഗ്രി ആണ്. 30 ഡിഗ്രിക്ക് പകരം നമ്മൾ ഇനി തൊട്ട് എന്തായിരിക്കും റെപ്രസെന്റ് ചെയ്യുക? π/6 എന്നായിരിക്കും. ദെൻ 45 ഡിഗ്രി ആണ്, നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? π/4 ആയിരിക്കും. 60 ഡിഗ്രീനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? π/3 ആയിരിക്കും. 90 ഡിഗ്രീനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? π/2 ആയിരിക്കും. നമ്മൾ എപ്പോഴും അറിഞ്ഞു വെക്കേണ്ട കുറച്ച് വാല്യൂസ് ഉണ്ട്, അത് ഓൾറെഡി അറിയാം. 30, 60, 90 ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളൊക്കെ വെച്ച് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് 30, 60, 90 ആണെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 1:√3:2 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട അടുത്തതാണ് എന്തെന്ന് പറയുന്നത് 45ഉം 90 ആണെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും മക്കളെ? 1:1:√2 ആയിരിക്കും. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലെ. അപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം sin 0യുടെ വാല്യൂ മക്കൾ ആദ്യമേ അങ്ങ് പഠിച്ചു വെച്ചേക്ക്. എത്രയാണ്? 0 ഡിഗ്രി ആയിരിക്കും. 0 ആയിരിക്കും നമ്മുടെ വാല്യൂസ് വരാം. ഇനി അടുത്തത് sin 30 എന്ന് പറയുമ്പോൾ എത്രയാണ്? sin 30 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ വരാം. അപ്പൊ 30യുടെ ഓപ്പോസിറ്റ് 1ഉം ഹൈപ്പോട്ടന്യൂസ് 2 അല്ലേ. അപ്പൊ ആൻസർ എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഇനി 45ലേക്ക് വരാം. 45ൽ നമ്മൾ നോക്കുകയാണ്, 45ന്റെ ഓപ്പോസിറ്റ് വരുന്ന ആരാ? 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് √2 ആണ്. സോ ആൻസർ എന്ത് വരും? 1/√2 വരും. ഇനി അടുത്തത് 60ലേക്ക് നോക്കുക. 60യുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാ? √3 ആണ്. √3 ഇവിടെ കിടക്കും. ഹൈപ്പോട്ടന്യൂസ് ആര് തന്നെയാണ്? 2 തന്നെയാണ്. സോ എന്ത് വരും? √3/2. sin 90യുടെ വാല്യൂ മക്കൾ എല്ലാവർക്കും അറിയാം എത്രയാണ്? 1 ആണ്. സോ ഇതേ കാര്യം സൈനിനെ നേരെ തിരിച്ചെഴുതുക. ഒറ്റ വാല്യൂ മാത്രം പഠിക്കുക, സൈൻ പഠിക്കുക. കോസിന് ഇതേപോലെ അങ്ങ് തിരിച്ചെഴുതുക. എന്ത് വരും? 1√3/2 1/√2 1/2 0. നമുക്ക് എന്ത് കിട്ടും? കോസിന്റെ വാല്യൂ കിട്ടും. സൈൻ മാത്രം പഠിച്ചാൽ മതി. സൈൻ പഠിച്ചു കഴിഞ്ഞാൽ സൈനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? കോസിനെ കിട്ടും. ഇനി ടാൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടാന്റെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു സംഭവം ഇല്ലേ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ 0/1 0/1 എത്രയാ? സൈൻ ബൈ കോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. 0/1 എത്ര കിട്ടും? 0 കിട്ടും. 1/2/√3/2 നമുക്ക് 2 യും ക്യാൻസൽ ചെയ്തോടെ ആൻസർ എന്ത് വരൂടാ? 1/√3. അടുത്തത് 1/√2/1/√2 ആ. ഒരേ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ വാല്യൂ അല്ലേ. ആൻസർ എന്ത് തന്നെ വരും? 1 തന്നെ വരും. അടുത്തത് √3/2/1/2 2 യും ക്യാൻസൽ, ദെൻ √3 കിട്ടും. 1/0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. കിട്ടിയില്ലേ? ഇനി ടാനിനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? കോട്ടിനെ കിട്ടും. സോ നമ്മൾ എഴുതുന്നു ഇൻഫിനിറ്റി √3 1 1/√3 0. നമ്മൾ ഇതും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് കൊസീക്കിനെ കിട്ടാൻ, കൊസീക്ക് നമുക്ക് അറിയാം കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണ്? 1/sin തീറ്റയാണ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ചെയ്യാണ്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 0 നോക്കുക. sin 0 എത്രയാണ്? 0 അല്ലേ. അപ്പൊ 1/sin അല്ലേ. അപ്പൊ 1/0 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അടുത്തത് 1/2നെ തിരിച്ചിടാം. നമുക്ക് എന്ത് കിട്ടും? 2/1 അഥവാ 2 എന്ന് പറഞ്ഞ് കിട്ടും. 1/√2നെ തിരിച്ചിട്ട് നോക്കുക. ആൻസർ എന്ത് കിട്ടും? √2/1 അഥവാ √2 എന്ന് പറഞ്ഞ് കിട്ടും. അടുത്തത് √3/2നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 2/√3നെ കിട്ടും. ആൻഡ് 1/1 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഇനി അടുത്തത് സീക്കിനെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? കൊസീക്കിനെ നേരെ തിരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? സീക്കിനെ കിട്ടും. സോ നമ്മൾ എഴുതുന്നു 1 2/√3 √2 2 ഇൻഫിനിറ്റി. ഇത്രയും ഈ ഒരു ടേബിൾ പക്കയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് തന്നെ അങ്ങ് ഉറപ്പിച്ചു. കാരണം ഈ ടേബിൾ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. ഈ ടേബിൾ പഠിക്കുക, ഓരോ വാല്യൂസും കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. സോ നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഇതിന്റെ കുറച്ച് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ നമ്മൾ വരും. അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാണ് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ്, അതുപോലെ തന്നെ കോസ് ഇൻവേഴ്സ് കോസ് എക്സ്. അടുത്തത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ്. എന്തായിരിക്കും ഇതിന്റെ എല്ലാത്തിന്റെയും ആൻസർ? നമ്മൾ നോക്കുക. സൈൻ ഇൻവേഴ്സ് ഒരേ സാധനത്തിന്റെ തന്നെ ഇൻവേഴ്സും ആ ഫംഗ്ഷനും തന്നെ വരുന്നുണ്ടെങ്കിൽ ആൻസർ എന്ത് തന്നെയായിരിക്കും? അത് ആ എക്സ് തന്നെയായിരിക്കും, ആ ആംഗിൾ തന്നെയായിരിക്കും വരാം. അടുത്തത് കോസ് ഇൻവേഴ്സ് കോസ്, രണ്ടും തന്നെയല്ലേ, ആകെ ഇൻവേഴ്സും ഇതും വരുന്നു, അവിടെയും ആൻസർ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അടുത്തത് ടാൻ ഇൻവേഴ്സ് ടാൻ, ഒരേ സാധനം തന്നെ ഇൻവേഴ്സും ഇതും വരുന്നില്ലേ, ആൻസർ എന്ത് തന്നെ വരും? എക്സ്. ഇത് തന്നെ കൊസീക്ക് ഇൻവേഴ്സിന്റെ കേസിലും സീക്ക് ഇൻവേഴ്സിന്റെ കേസിലും കോട്ട് ഇൻവേഴ്സിന്റെ കേസിലും ഇതുപോലെ തന്നെ അങ്ങ് വരും. ഒരേ സംഭവം ആണെങ്കിൽ നോക്കുക, ഇവിടെ എന്ത് വരും? എക്സ് ആണ്. ഇനി ഇവിടെ ഞാൻ ഇതാണ് സൈൻ ഇൻവേഴ്സ് സൈൻ 2x ആണ്, ആൻസർ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് സൈനെ മാറ്റി നിർത്തുക, ബാക്കി അവിടെ ആര് വരും? 2x വരും. അടുത്തത് ഞാൻ ഇവിടെ എഴുതാം കോസ് ഇൻവേഴ്സ് കോസ് 3x എന്നാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? കോസ് ഇൻവേഴ്സും കോസ് അങ്ങോട്ട് മാറ്റി നിർത്താം, ബാക്കി ആരും തന്നെ വരും? ആൻസർ 3x വരും. ഇത്രേ ഉള്ളൂ.
ഇതങ്ങ് പഠിച്ചു വെച്ചു. ഇനി ഇത് വരേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, പക്ഷെ നമുക്കത് ഇമ്പോർട്ടന്റ് ആയിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് അങ്ങനെ മക്കൾ പഠിച്ചു വെച്ചോ. പ്രൂവ് ദാറ്റിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്താണ് പ്രൂവ് ദാറ്റിൽ കിടക്കുന്നത് നോക്കാം. ഇവിടെ എന്താ കിടക്കുന്നത്? 2 സൈൻ ഇൻവേഴ്സ്. ആ 2നെ നമ്മൾ തൽക്കാലം അങ്ങനെ മാറ്റി നിർത്താം. സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ സൈനിന്റെ ഒരു ടേമിലാണ്. അപ്പൊ നമ്മൾ എക്സിന് എന്തിട്ട് കൊടുത്താണെന്ന് അറിയോ? ഇവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കുക? സൈൻ തീറ്റ. എന്തുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുക്കാൻ കാരണം? ഇവിടെ റൈറ്റ് സൈഡിൽ പ്രൂവ് ചെയ്തെടുക്കേണ്ടത് എന്താ? സൈൻ ഇൻവേഴ്സിന്റെ ടൈമിലാ. അപ്പൊ സൈൻ ഇൻവേഴ്സിന്റെ ടൈം ആണെങ്കിൽ നമ്മൾ എന്തിട്ട് കൊടുക്കും? സൈൻ തീറ്റ ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് നോക്കാം, അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ത് വരും? തീറ്റ എന്ത് വരും മക്കളെ? ഇവിടെ സൈൻ തീറ്റ അല്ലേ? ഈ സൈൻ ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് വരും, അവൻ എന്തായിട്ട് മാറും? സൈൻ ഇൻവേഴ്സ് എക്സ് ആവും. എന്തായിട്ട് മാറും? സൈൻ ഇൻവേഴ്സ് എക്സ് ആയിട്ട് മാറും. ഇനിയാണ് നമ്മൾ ചെയ്തു തുടങ്ങി. ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചോ. ഇനി നമ്മൾ അങ്ങ് ചെയ്തു തുടങ്ങുക. അതിനു മുമ്പ് ഒരു കാര്യവും കൂടി മക്കൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടാവണം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. എത്രയായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും മക്കളെ? സൈൻ സ്ക്വയർ തീറ്റ റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? അപ്പൊ കോസ് സ്ക്വയർ തീറ്റ എന്ത് കിട്ടി? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇത് തന്നെ നമുക്ക് എടുക്കാം. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും മക്കളെ? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. ഈ ഒരൊറ്റ ഫോർമുലയിലാണ് നമ്മൾ ഇത് മൊത്തം അങ്ങ് എഴുതിയത്. സോ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ്. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സൈൻ ഇൻവേഴ്സ്, അടുത്തത് 2x. അപ്പൊ നമ്മൾ എന്തിട്ട് കൊടുക്കണം? 2 ഇൻറ്റു സൈൻ തീറ്റ. എക്സിന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കും? സൈൻ തീറ്റ ഇട്ട് കൊടുക്കും. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിട്ട് കൊടുക്കും? സൈൻ സ്ക്വയർ തീറ്റ. എത്രയാണ്? സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ സൈൻ ഇൻവേഴ്സ് നമ്മൾ ചെയ്തു തുടങ്ങുക. സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ റൂട്ട് ഓഫ് എത്രയാണ് മക്കളെ? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ് സ്ക്വയർ തീറ്റ അല്ലേ? ദേ ഞാൻ അങ്ങ് എടുത്തു കൊടുക്കും. ഇനി നമുക്ക് അറിയാം റൂട്ട് എക്സ് സ്ക്വയർ എത്രയാണോ? റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ടും സ്ക്വയർ അങ്ങ് പോയിട്ട് ബാക്കി എന്ത് വരും? എക്സ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൂട്ടും കോസ് സ്ക്വയർ എന്ത് വരും? റൂട്ടും ആ സ്ക്വയർ അങ്ങ് മാറ്റി നിർത്താം. ആൻസർ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ. റൂട്ടും സ്ക്വയർ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കി എന്ത് വരും? കോസ് തീറ്റ വന്നു. ഇത് എന്തിന്റെ ഫോർമുലയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 സൈൻ തീറ്റ കോസ് തീറ്റ. അത് എന്ത് ഫോർമുലയാ? സൈൻ 2 തീറ്റ. 2 സൈൻ എക്സ് കോസ് എക്സ്. അത് എന്തിന്റെ ഫോർമുലയാ? സൈൻ 2x ഫോർമുല. ഇവിടെ തീറ്റയുടെ ഫോർമുല അല്ലേ മക്കളെ കിടക്കുന്നത്? അപ്പൊ സൈൻ ഇൻവേഴ്സ് ഇവിടെ എന്ത് വരും? 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തിന്റെ ഫോർമുലയാണ്? സൈൻ 2 തീറ്റയുടെ ഫോർമുലയാണ്. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പിൽ പഠിച്ച കാര്യം ഇപ്പൊ അങ്ങ് അപ്ലൈ ചെയ്തോ. ഇവിടെ സൈൻ ഇൻവേഴ്സും സൈനും ഇല്ലേ? അപ്പൊ ബാക്കി ഇവിടെ ആരാ കിടക്കുന്നേ? 2 തീറ്റ. ആ 2 തീറ്റ അങ്ങ് എഴുതിക്കൂ. കഴിഞ്ഞ പരിപാടി. ഇനി 2 തീറ്റ എത്രയാണ്? തീറ്റ നമ്മൾ ആദ്യമേ തന്നെ എഴുതി വെച്ചിട്ടില്ലേ? തീറ്റ എത്രയാടാ? സൈൻ ഇൻവേഴ്സ് എക്സ്. നേരിട്ട് അങ്ങ് കൊടുത്തേ സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതല്ലേ മക്കളെ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയാ നമ്മൾ തുടങ്ങിയ? ഫസ്റ്റ് ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. റൈറ്റ് സൈഡിൽ എന്താണോ കിടക്കുന്നത് അവനെ തീറ്റയിൽ അങ്ങ് ചെയ്തു തുടങ്ങാം. സൈൻ ഇൻവേഴ്സ് എക്സ് ആയതുകൊണ്ട് സൈൻ തീറ്റ, കോസ് ഇൻവേഴ്സ് എക്സ് ആയിരുന്നെങ്കിലോ കോസ് തീറ്റ, ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നെങ്കിലോ ടാൻ തീറ്റ. അതിട്ട് അങ്ങ് ചെയ്തു. സോ നെക്സ്റ്റ് നമ്മൾ പോവാ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് 3 കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 4x³ മൈനസ് 3x ആ. സോ നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഐഡിയ. ഇവിടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്നത് എന്തിലാ? 3 കോസ് ഇൻവേഴ്സ് എക്സ്. 3 2 എന്തും ആയിക്കോട്ടെ, നമ്മളത് ബോധർ ചെയ്യണ്ട. നമ്മളിവിടെ കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ? അപ്പൊ നമ്മൾ എന്തിട്ട് കൊടുക്കണം? എക്സിന് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കോസിന്റെ ടൈമാണ്. അപ്പൊ നമ്മൾ എന്തിട്ട് കൊടുക്കുക? കോസ് തീറ്റ ഇട്ട് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. ദേ ഇട്ട് കൊടുത്തേ. തീറ്റ എന്ത് വരും മക്കളെ? ഇവിടെ തീറ്റ ഈ കോസ് ഇപ്പുറത്തേക്ക് വരും, ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് വരും, അവൻ എന്താവും? കോസ് ഇൻവേഴ്സ് എക്സ് ആവും. ഇതങ്ങ് പഠിച്ചു വെച്ചോ. ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു ഫോർമുല കയറി വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. സോ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് തുടങ്ങുക. കോസ് ഇൻവേഴ്സ് 4x³ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ അല്ലേ? അപ്പൊ അതിന്റെ ക്യൂബ് ആയിരിക്കും വരാ. കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 എക്സ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ. അതും നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുക. എക്സിന് എന്താണോ അതങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് ഏതെങ്കിലും ഫോർമുല ആണോ? മക്കൾ പഠിച്ചിട്ടുണ്ടാവേണ്ട ഒരു ഫോർമുല ഉണ്ട്. എന്താണ് ആ ഫോർമുല? കോസ് 3x എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോസ് 3 തീറ്റ എന്ന് പറയുന്നതിന്റെ ഫോർമുലയാണ് എന്തെന്ന് പറയുന്നത്? 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ എന്ന് പറയുന്നത്. ഈ ഫോർമുല അങ്ങ് പഠിച്ചു വെച്ചു. ഈ ഫോർമുല പഠിച്ചു വെച്ചു. ഇതായിരിക്കും വരാൻ പോണത്. സോ നമ്മൾ എഴുതാണ് കോസ് ഇൻവേഴ്സ്. ഇത് എന്തിന്റെ ഫോർമുലയാ മക്കളെ? 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ
കോസ് 3 തീറ്റയാണ്. ഇവിടെ നമ്മൾ നോക്കാം കോസ് ഇൻവേഴ്സും അതും ഒരേ സംഭവം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരെ ആൻസർ ബാക്കിയുള്ളത് ആരാ ഇവിടെ കിടക്കുന്നേ? 3 തീറ്റ അല്ലേ? അപ്പൊ നമുക്ക് നേരെ ഇട്ട് കൊടുക്കാം. 3 ഇൻറ്റു തീറ്റ എത്രയാണ് മക്കളെ? നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എത്രയാണ്? കോസ് ഇൻവേഴ്സ് എക്സ്. അതെ, ഇട്ടങ്ങ് കൊടുത്തു. കോസ് ഇൻവേഴ്സ് എക്സ്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ്. 3 സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ്. അപ്പൊ മക്കളെ തൊട്ട് മുമ്പ് നമ്മൾ എന്താ പഠിച്ചേ? കോസ് ഇൻവേഴ്സ് വന്നതുകൊണ്ട് നമ്മൾ എന്തിട്ട് കൊടുത്തു? എക്സിന് കോസ് തീറ്റ ഇട്ട് കൊടുത്തു. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുക എക്സിന് എന്തിട്ട് കൊടുക്കും? സൈൻ തീറ്റ ഇട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ മക്കൾ പറ, തീറ്റയുടെ ആൻസർ എന്ത് വരും? തീറ്റ എന്ത് വരും? ഇവിടെ സൈൻ ഇപ്പുറത്തേക്ക് വരുമ്പോ സൈൻ ഇൻവേഴ്സ് എക്സ് ആയി. മെയിൻ പരിപാടി കഴിഞ്ഞ്. ഇനി അങ്ങ് ചെയ്തോ, നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തുടങ്ങുക. സൈൻ ഇൻവേഴ്സ് 3 എക്സിന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കും? എക്സ് നമ്മൾ കണ്ടുപിടിച്ചേക്കണ സൈൻ തീറ്റയാണ്. സോ സൈൻ തീറ്റ മൈനസ് 4x ക്യൂബ്. അപ്പൊ 4 ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? സൈൻ തീറ്റയുടെ ക്യൂബ്, അതായത് സൈൻ ക്യൂബ് തീറ്റ. ഇത് എന്തിൻ്റെങ്കിലും ഫോർമുലയാണോ? ഇത് പഠിച്ചു വെച്ചോ. ഇതാണ് സൈൻ 3 തീറ്റയുടെ ഫോർമുല. സൈൻ 3 തീറ്റയുടെ ഫോർമുല എന്താ? 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. ഇതാണ് നമ്മൾ അടുത്തത് പഠിക്കേണ്ട ഫോർമുല. തൊട്ട് മുമ്പ് പഠിക്കുക. അതും കോസ് തീറ്റയും പഠിക്കുക, സൈൻ 3 തീറ്റയും പഠിക്കുക. കോസ് 3 തീറ്റയും പഠിക്കുക, സൈൻ 3 തീറ്റയും പഠിക്കുക. രണ്ട് ഫോർമുലയും കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കാലോ. സൈൻ ഇൻവേഴ്സ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. എന്താണ് മക്കളെ ആൻസർ വരാ? ദേ ആൻസർ പിടിച്ചോടാ, സൈൻ 3 തീറ്റ. ഇതല്ലേ വരാ? നമ്മൾ നേരത്തെ പഠിച്ചൊരു പരിപാടിയില്ലേ, ഇൻവേഴ്സും ദേ സൈൻ ഇൻവേഴ്സും സൈനും വന്നു. ബാക്കി അവിടെ ആയിരിക്കില്ല ആൻസർ വരാ 3 തീറ്റ. എന്താണ് മക്കളെ 3 തീറ്റ എന്ന് പറഞ്ഞാൽ? 3 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ? സൈൻ ഇൻവേഴ്സ് എക്സ്. ദേ ഇട്ട് കൊടുക്കുക, സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതല്ലേ മക്കളെ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? ദേ കിടക്കുന്നു. അപ്പൊ അത് പഠിച്ചില്ലേ? ഇത്രയുള്ളൂ പരിപാടി. ദേ നെക്സ്റ്റിലേക്ക് നമ്മൾ പോവാം. സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുല കേട്ടോ. ഇതിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇതങ്ങ് പഠിച്ചു വെച്ചോ. 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഇതെങ്ങനെയാ വരാ? നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. കോസ് 2xന്റെ ഒരു ഫോർമുല 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഇക്വേഷൻ ആട്ടോ. അപ്പൊ 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മക്കളുടെ മനസ്സിൽ ഇനി ആര് വരണം? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഇനി അടുത്തതാണ് 1 പ്ലസ് കോസ് എക്സ് ആണെങ്കിൽ. 1 പ്ലസ് കോസ് എക്സ് ആണെങ്കിൽ അപ്പൊ എന്ത് വരും? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. എന്തായിരിക്കും വരാ? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആ. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി അങ്ങ് ഇട്ട് കൊടുക്കാലോ. ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ആ മുകളിൽ കിടക്കുന്നത്. അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കും? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് താഴെ കിടക്കുന്നത്. അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കും? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ആവുമോ? നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇവിടെ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ്, ഇവിടെ ഈ 2 ക്യാൻസൽ ആയി പോകില്ലേ മക്കളെ? അപ്പൊ അവിടെ എന്ത് വരും? സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഫോർമുല ഉണ്ടല്ലോ. എന്താണ് മക്കളെ? സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ, സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അവൻ എന്താണ്? ടാൻ എക്സ് അല്ലേ? അപ്പോൾ നിങ്ങൾ പറയും സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ അവൻ എന്തായിരിക്കും? ടാൻ സ്ക്വയർ എക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ത് വരും? ടാൻ സ്ക്വയർ എക്സ് ബൈ 2. ഇത്രയുള്ള പരിപാടി. എന്ത് വരും? ടാൻ സ്ക്വയർ എക്സ് ബൈ 2. ഇവിടെയും നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് റൂട്ടും ഉണ്ട് സ്ക്വയറും ഉണ്ട്. അപ്പൊ റൂട്ടും സ്ക്വയറും പോകും. ബാക്കി അവിടെ എന്ത് വരും? ടാൻ ഇൻവേഴ്സ്. റൂട്ടും സ്ക്വയറും പോയിട്ട് ബാക്കി അവിടെ ആര് വരൂടാ? ടാൻ എക്സ് ബൈ 2. ഇത്രയുള്ള പരിപാടി. ബാക്കി അവിടെ എന്ത് വരും? ടാൻ ഇൻവേഴ്സും ടാനും. ബാക്കി ആൻസർ എത്രയാണെന്ന് ഇപ്പൊ മക്കൾക്ക് അറിയാലോ. നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞ എക്സ് ബൈ 2. ടാൻ ഇൻവേഴ്സും ടാൻ അങ്ങോട്ട് മാറ്റിയെടുത്ത്, കാരണം ഒരേ ഇൻവേഴ്സും ഇതാണ് വന്നിരിക്കുന്നത്. ബാക്കി അവിടെ എന്തായിരിക്കും? എക്സ് ബൈ 2. അപ്പൊ ഇതങ്ങ് പഠിച്ചു വെച്ചോ. 1 മൈനസ് കോസ് എക്സ് ആണെങ്കിൽ നമ്മൾ ഇനി തൊട്ട് എന്തിട്ട് കൊടുക്കും? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. 1 പ്ലസ് കോസ് എക്സ് ആണെങ്കിൽ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഇത് രണ്ടും അങ്ങ് പഠിച്ചു വെച്ചോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോകുന്നതിന് മുമ്പ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇവിടെ എങ്ങനെ നമ്മൾ ചെയ്യണേന്ന് അറിയോ? ഇവിടെ ഐഡിയ വെക്കേണ്ടത് ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ്. അപ്പൊ റൈറ്റ് സൈഡിലുള്ളവനും എന്തിന്റെ ഫോമിലേക്ക് വരും? ടാനിന്റെ ഫോമിലേക്ക് വരും. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം പഠിച്ചു വെച്ചു. കഴിഞ്ഞ കൊല്ലം, അതായത് +1 മക്കൾ പഠിക്കേണ്ട ഒരു ഫോർമുല ഉണ്ട്. എന്താണെന്നറിയോ? ടാൻ എ പ്ലസ് ബി. എന്താണ് ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുല? ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ്
ടാൻ എ ടാൻ ബി. അങ്ങനെയാണെങ്കിൽ ടാൻ എ മൈനസ് ബി എന്ത് വരും? ടാൻ എ മൈനസ് ബി വരേണ്ടത് ടാൻ എ, ഇവിടെ മുകളിൽ മൈനസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ട ഒരു ഫോർമുലയാണ്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെങ്കിൽ ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ നമ്മൾ ചെയ്യുക? ഇവിടെ എയുടെ സ്ഥലത്ത് ഇവിടെ എന്തായിരിക്കും? പൈ ബൈ 4 ആ. ബിയുടെ സ്ഥലത്ത് അവൻ എന്തായിരിക്കും? എക്സ് ആണ് കിടക്കുന്നത്. അപ്പൊ ഐഡിയ വെക്കണം. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ ഈ ഫോർമുലയിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇട്ട് കൊടുക്കുക. ടാൻ എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? ടാൻ പൈ ബൈ 4 മൈനസ് ടാൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടാൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ എന്ന് പറഞ്ഞാൽ ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ്. ഇതല്ലേ വരാം. ഇനി ഒരു കാര്യം അങ്ങ് പഠിച്ചു വെച്ചു. ടാൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ വരാ? ടാൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. ടാൻ 45 നമ്മൾ ഇട്ട് കൊടുക്കാം. 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഇൻറ്റു ടാൻ എക്സ്. അത് എന്ത് തന്നെയാ? 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ആണ്. സോ ഇനി തൊട്ട് ഇതേപോലെ 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ മക്കളുടെ മനസ്സിൽ വരണം അവൻ എന്തായിരിക്കും? ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരെണ്ണം പഠിച്ചേ. 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ആണെങ്കിൽ ഈ ഫോർമുലയിൽ എന്ത് വ്യത്യാസം വരും? ഒരൊറ്റ വ്യത്യാസമേ വരുള്ളൂ. അവൻ എന്തായിട്ട് മാറും? ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ആവും. ദേ ഇവിടെ മുകളിൽ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്, മുകളിൽ മൈനസ് ആണെങ്കിൽ അവിടെ മൈനസ്. ഇത്ര ഉള്ളൂ പരിപാടി. സോ നമ്മൾ ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിലേക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്നാണ് കിടക്കുക. നമ്മൾ എന്ത് ചെയ്യും മക്കളെ? റൈറ്റ് സൈഡ് ടാനിന്റെ ഫോമിൽ വരണം. ഇപ്പൊ ടാനിന്റെ ഫോമിൽ വരണമെങ്കിൽ കോസും സൈനും വെച്ച് നമുക്ക് അറിയാവുന്ന ഒരു സംഭവം എന്താ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണ് നമുക്ക് അറിയാം. സോ നമ്മൾ ചെയ്യാം. പക്ഷെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. ഇപ്പൊ ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ടല്ലോ. എല്ലാ ടൈമിനെയും നമ്മൾ എന്ത് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യാം? കോസ് എക്സ് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്തു. ദേ നമ്മൾ ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് അങ്ങ് എഴുതാട്ടോ. ഡിവൈഡഡ് ബൈ കോസ് എക്സ്. എല്ലാ ടൈമിനെയും നമ്മൾ എന്ത് ചെയ്യാം? കോസ് എക്സ് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ദേ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ഫസ്റ്റ് ടൈമിന് കോസ് എക്സ് ബൈ എന്ത് തന്നെ ചെയ്യും? കോസ് എക്സ് ചെയ്യും. മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. ഓൾ ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ കോസ് എക്സ് ആണ്. പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. ഇതാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. സോ ഇനി നമുക്ക് ആൻസറിലേക്ക് എത്തുമല്ലോ. എന്തായിരിക്കും ടാൻ ഇൻവേഴ്സ്? എന്താണ് മക്കളെ? കോസ് എക്സ് ബൈ കോസ് എക്സ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ കാര്യം തന്നെയല്ലേ? ആൻസർ എന്ത് തന്നെ വരും? 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? ടാൻ എക്സ് ആണ്. ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ കോസ് എക്സ് 1 പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? ടാൻ എക്സ് ആ. ഇത് നമ്മൾ തൊട്ട് മുമ്പ് അങ്ങ് പഠിച്ചതല്ലേ? 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? ടാൻ ഇൻവേഴ്സ്. അവൻ എന്തായിരിക്കും? ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. ഇതങ്ങ് പഠിച്ചു വെച്ചോട്ടാ, മറന്നു പോവല്ലേ. 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ആണെങ്കിൽ അവൻ എന്തായിരിക്കും? ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. ഇനി മക്കൾ നോക്കിയടാ, ടാൻ ഇൻവേഴ്സും ടാനും വന്നു, കട്ടായില്ലേ? ആൻസർ എന്ത് വരും? പൈ ബൈ 4 മൈനസ് എക്സ്. ഫൈനൽ ആൻസർ ആയി. നെക്സ്റ്റിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ ആദ്യമേ തന്നെ ഞാൻ ടേബിൾ പഠിപ്പിച്ചാകും. അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നി സാർ എന്തിനാണ് ടേബിൾ പഠിപ്പിച്ചത്? അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ അങ്ങ് പഠിച്ചു. സിമ്പിൾ ആയിട്ട് ഞാൻ ഒരെണ്ണം തരാം. സിമ്പിൾ ആയിട്ട് ടാൻ ഇൻവേഴ്സ് 1 ആണ്. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ മക്കൾ വലുതായിട്ടൊന്നും ബോധർ ചെയ്യേണ്ട. ടാനിന്റെ ഏത് ആംഗിളിലാണ് 1 കിട്ടുക അത് മാത്രം അങ്ങ് പഠിച്ചാൽ മതി. ടാന്റെ ഏത് ആംഗിളിലാണ് മക്കളെ 1 കിട്ടുക? അതിന് വേണ്ടി നമ്മൾ ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ? ടാൻ ഇവിടെ, ടാന്റെ 1 എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുക? പൈ ബൈ 4ലാണ് കിടക്കുക. സോ നമുക്ക് ആൻസർ ഡയറക്റ്റ്ലി എന്ത് എഴുതാം? പൈ ബൈ 4 എന്ന് എഴുതിക്കൂ. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ എഴുതാന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 എന്നങ്ങ് എഴുതാം. ടാൻ ഇൻവേഴ്സ് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായി? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായി? 1 ആയി. സോ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാന്റെ ഫോമിൽ 1നെ പറയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടാൻ പൈ ബൈ 4 ആ. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? പൈ ബൈ 4 വരും. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ ഈ സ്റ്റെപ്പുകൾ ഒന്നും നിങ്ങളെ പഠിപ്പിക്കണില്ല. പകരം ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നു ടാന്റെ ഏത് വാല്യൂലാ 1, ടാന്റെ ഏത് വാല്യൂലാ മക്കളെ? പൈ ബൈ 4. അങ്ങനെയാണെങ്കിൽ പിടിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ പിടിച്ചോ. സൈൻ ഇൻവേഴ്സ് 1 കിടക്കട്ടെ. സൈനിന്റെ ഏത് വാല്യൂലാണ് 1? ഇവിടെ നോക്കിയടാ, സൈൻ ഇവിടെ. സൈന്റെ 1 എന്ന് പറഞ്ഞാൽ അവൻ ഏതാ? പൈ ബൈ 2 ആ. സോ നമുക്ക് എഴുതാലോ. ആൻസർ എന്തായിരിക്കും? പൈ ബൈ 2 ആ. കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവാൻ അടുത്ത് വരണം. കൊസീക്ക് ഇൻവേഴ്സ് √2.
സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ പോട്ടെ, കൊസീക്ക് ഇൻവേഴ്സ് √2 തന്നെ അത് ചെയ്തോ. കൊസീക്ക് ഇവിടെ കിടക്കുന്നേ √2 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും മക്കളെ? കൊസീക്ക് √2 എന്ന് പറഞ്ഞാൽ അവൻ π/4 ആ. സോ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടുമല്ലോ. ഇങ്ങനെ അങ്ങ് പഠിച്ചോ. ഏതെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ആൻസറിലേക്ക് കിട്ടാം. സെറ്റ് അല്ലേ? അങ്ങനെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്തു പോവാം. കോസ് ഇൻവേഴ്സ് 1/2. മക്കൾ തന്നെ നോക്കി എന്തായിരിക്കും ആൻസർ വരാ? കോസിന്റെ ഏത് വാല്യൂലാണ് 1/2 വരാ? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചില്ലേ കോസ് ഇവിടെ. കോസിന്റെ 1/2 എന്ന് പറഞ്ഞാൽ അവൻ ഏതായിരിക്കും? π/3 ആ. സോ നമുക്ക് എഴുതാം ആൻസർ എന്തായിരിക്കും? π/3 ആ. അടുത്തത് സൈൻ ഇൻവേഴ്സ് 1/√2 ആ. സൈൻ കിടക്കുന്നു. സൈനിന്റെ ഏത് ആംഗിളാ മക്കളെ 1/√2 വരാ? π/4 അഥവാ 45-ലല്ലേ? സോ ഞാൻ എഴുതുന്നു ആൻസർ എന്താ? π/4 ആ. അടുത്തത് കിടക്കുന്നു കൊസീക്ക് ഇൻവേഴ്സ് 2 ആ. കൊസീക്കിന്റെ ഏത് വാല്യൂലാ 2 വരാന്നുള്ളതാ? കൊസീക്ക് കിടക്കുന്നു. കൊസീക്കിന്റെ ഏത് വാല്യൂലാ മക്കളെ 2 കിടക്കുന്നേ? 2 കിടക്കുന്നത് π/6-ലാ. സോ ആൻസർ എന്ത് വരും? π/6 ആ വരാ. അടുത്തത് ലാസ്റ്റ് വൺ കോട്ട് ഇൻവേഴ്സ് 1 ആ. കോട്ട് ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ കോട്ട് ഇവിടെ കിടക്കുക. കോട്ട് ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ അവനെ ഇതിൽ തന്നെ കിടക്കുക π/4 കിടക്കുക. സോ ആൻസർ എന്തായിരിക്കും വരാ? π/4 ആ. ഇത്രയുള്ളൂ പരിപാടി. ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ഞാൻ ടേബിൾ പഠിക്കുക. അപ്പൊ ടേബിൾ പഠിച്ചാലല്ലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇനി നെക്സ്റ്റ് വരണം. ഇവിടെ എല്ലാം ഞാൻ എടുത്തത് എന്തായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു. ഒറ്റ എണ്ണത്തിലും നെഗറ്റീവ് വന്നില്ല. അപ്പൊ നെഗറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പഠിക്കണ്ടേ? അതിന് മക്കൾ ഞാൻ പറയുന്ന ഈ ടീമിനൊന്ന് പഠിച്ചു വെച്ചോ. ആദ്യം പഠിച്ചു വെക്കേണ്ടത് സൈൻ ഇൻവേഴ്സ് -x ആണ്. അടുത്തത് കൊസീക്ക് ഇൻവേഴ്സ് -x ആണ്. അടുത്തത് ടാൻ ഇൻവേഴ്സ് -x ആണ്. ഇവന്മാര് 3 പേരും ഒരു സെറ്റാ. അടുത്തത് വരാൻ പോണത് കോസ് ഇൻവേഴ്സ് -x ആണ്. അടുത്തത് സീക്ക് ഇൻവേഴ്സ് -x ആണ്. അടുത്തത് കോട്ട് ഇൻവേഴ്സ് -x ആ. ഇവര് 3 പേരും ഒരു സെറ്റാ. എന്തുകൊണ്ട് ഈ ഒരു സെറ്റ് എന്ന് പറയാൻ കാരണം ഇവരുടെ അകത്ത് മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയോ? മൈനസ് പുറത്തേക്ക് വരും. മൈനസ് സൈൻ ഇൻവേഴ്സ് x ആവും. എന്താ സംഭവിക്കുക? മൈനസ് പുറത്തേക്ക് വരും. ഇവിടെയോ? ഇവിടെയും മൈനസ് പുറത്തേക്ക് വരും. മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് x ആണ്. ഇവിടെയോ? മൈനസ് ടാൻ ഇൻവേഴ്സ് x ആണ്. അവര് 3 പേരിലും എന്താ വരാ? മൈനസ് പുറത്തേക്ക് വരും. ഇവിടെ വരുമ്പോ എന്താ സംഭവിക്കുക? കോസിന്റെ അകത്തും സീക്കിന്റെ അകത്തും കോട്ടിന്റെ അകത്തും മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? π - കോസ് ഇൻവേഴ്സ് x ആവും. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് പറഞ്ഞേ എന്തായിരിക്കും സീക്ക് ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാല്? π - സീക്ക് ഇൻവേഴ്സ് x ആയിരിക്കും. അടുത്തതോ π - കോട്ട് ഇൻവേഴ്സ് x ആയിരിക്കും. ഇതാണ് മൈനസിന്റെ കളി. ഇത് പഠിച്ചു വെച്ചോ. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പഠിക്കാം. ഫസ്റ്റ് വൺ കോസ് ഇൻവേഴ്സ് -1/2 ആ. ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ കോസ് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ എന്താണ്? π - കോസ് ഇൻവേഴ്സ് x ആ. നമുക്ക് ഇട്ട് കൊടുക്കാലോ. ഇവിടെ എന്ത് വരും? π - കോസ് ഇൻവേഴ്സ് 1/2. ഇവിടെ എക്സിന് പകരം എന്താ? 1/2 ആ. നമുക്ക് ഇട്ട് കൊടുക്കാലോ. π - കോസ് ഇൻവേഴ്സിന്റെ ഏത് വാല്യൂ? കോസിന്റെ ഏത് വാല്യൂലാ മക്കളെ 1/2 വരാ? കോസ് 60 ആ. അതായത് π/3 വരാ. നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. 3 × π എത്ര വരും? 3π - π ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/3. ഇത്രയുള്ളൂ പരിപാടി. അപ്പൊ കോസ് ഇൻവേഴ്സിന്റെ അകത്ത് അതുപോലെ തന്നെ സീക്ക് ഇൻവേഴ്സിന്റെ അകത്ത് അതുപോലെ കോട്ട് ഇൻവേഴ്സ് π- എന്ന് പറഞ്ഞു വരും. സൈൻ ഇൻവേഴ്സാ. സൈൻ ഇൻവേഴ്സ് നമുക്കറിയാം. സൈൻ ഇൻവേഴ്സ് പാവം ജസ്റ്റ് ആ മൈനസിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടാൽ മതി. ഞാൻ ആ മൈനസിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1/√2 വരും. സോ മൈനസ് സൈനിന്റെ ഏത് വാല്യൂ മക്കളെ? 1/√2 വരാ. സൈനിന്റെ 45 സൈൻ 45ഉം കോസ് 45ഉം ഒറ്റ വാല്യൂ 1/√2. അപ്പൊ 45 നമ്മൾ എഴുതത്തില്ല. പകരം നമ്മൾ എങ്ങനെ എഴുതാ? π/4 എന്ന് അങ്ങനെ എഴുതാം. ഇത്രയുള്ള പരിപാടി. സൈനൊക്കെ പെട്ടെന്ന് കഴിയും. അടുത്തത് കൊസീക്ക്. കൊസീക്കും പാവത്താനാ. കൊസീക്കിന്റെ അകത്തും എന്ത് വരും? കൊസീക്കും ഇതേപോലെ തന്നെ മൈനസിനെ പിടിച്ച് പുറത്തേക്ക് ഇടാം. സോ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് 2 എന്ന് പറഞ്ഞിട്ട് വരും. എത്രയാണ്? കൊസീക്ക് എപ്പോഴാ 2 ആവാ? ആലോചിച്ച് നോക്കുക. സൈൻ 1/2 വരുമ്പോഴാ കൊസീക്ക് 2 വരാ. സൈൻ 1/2 എപ്പോഴാ വരാ? സൈൻ 30 സൈൻ 30 1/2 വരാ. 30 എന്ന് പറഞ്ഞാൽ π/6 ആ. അപ്പൊ ഇവിടെ എന്ത് വരും? മൈനസ് π/6. മൈനസ് ആണെങ്കിൽ മൈനസ് പുറത്തേക്ക് വരാം. ബാക്കിയുള്ളതാണ് എടുത്ത് എഴുതാം. ലാസ്റ്റ് വൺ കോട്ട് ഇൻവേഴ്സ് 1 ആ. കോട്ട് ഇൻവേഴ്സ് -1 ആ. കോട്ടിന്റെ അകത്ത് മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? π- പഠിച്ചോ? π - കോട്ട് ഇൻവേഴ്സ് 1 ആ. π - കോട്ടിന്റെ ഏത് വാല്യൂലാ മക്കളെ 1 വരാ? ടാനും കോട്ടും ഒരൊറ്റ വാല്യൂലാ 1 വരാ. π/4 അപ്പൊ π - π/4 ആൻസർ എന്ത് കിട്ടും മക്കളെ? 3π/4
4 ഇല്ല. ഇത്രയുള്ള പരിപാടി. അപ്പൊ ഇനി മൈനസ് വന്നു കഴിഞ്ഞാൽ മക്കൾ കൺഫ്യൂഷൻ ആവണ്ട, നേരെ അങ്ങ് പഠിച്ചു. ഇതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ടേബിൾ പഠിപ്പിച്ചത്. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കമ്പൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചു. സോ ആദ്യം ഇവിടെ കിടക്കുന്നത് കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2 ആ. കോസ് ഇൻവേഴ്സ് 1/2 ഇപ്പൊ നമുക്കറിയാം കോസിന്റെ ഏത് വാല്യൂലാ മക്കളെ 1/2 വരാ, കോസ് 60 കോസ് 60 എന്ന് പറഞ്ഞാൽ π/3 ആ, പ്ലസ് 2 ഇൻറ്റു 2 സൈൻ ഇൻവേഴ്സ് അല്ല, 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ്റെ ഏത് വാല്യൂലാ 1/2 വരാ, സൈൻ 30 1/2 വരാ. സൈൻ 30 എന്ന് പറഞ്ഞാൽ സൈൻ π/6, അതായത് π/6 വരാം. സോ π/6 അതുപോലെ എഴുതാം. ഏതെങ്കിലും ക്യാൻസൽ ആയി പോവോ, ഇവിടെ 2ഉം 6ഉം ക്യാൻസൽ ആവില്ലേ, 3 ആവില്ല. ആൻസർ എന്ത് വരും, π/3 പ്ലസ് π/3. എന്തായിരിക്കും മക്കളെ ആൻസർ? രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആ. സോ താഴത്ത് അതുപോലെ തന്നെ 3 അങ്ങ് എഴുതാം. മുകളിൽ ആരൊക്കെ ഉണ്ട്, π പ്ലസ് π ആ. എന്താ π പ്ലസ് π, 2π/3. ഇത്രയുള്ള പരിപാടി. അപ്പൊ കമ്പയർ ചെയ്ത് വന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ദേ പിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആ, പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാ. പഠിച്ചു. എങ്ങനെ നമുക്ക് തുടങ്ങാം. ഇവിടെ തന്നേക്കുന്നത് ടാൻ ഇൻവേഴ്സ് 2 കോസ് 2 സൈൻ ഇൻവേഴ്സ് 1/2 ആ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ചെയ്തു തുടങ്ങാം. റൈറ്റിൽ നിന്ന് ചെയ്ത് നമുക്ക് ലെഫ്റ്റിലേക്ക് എത്താം. അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് ഇവിടെ സൈൻ ഇൻവേഴ്സ് 1/2 ആ. സൈൻ ഇൻവേഴ്സ് 1/2 ഇപ്പൊ നമുക്കറിയാം എത്ര, സൈൻ ഇൻവേഴ്സ് 1/2 സൈൻ 1/2 വരുന്ന വാല്യൂ അതേതാ, π/6 ആണ്. നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു ടാൻ ഇൻവേഴ്സ് 2 കോസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ π/6 ആ. നമ്മൾ ഇട്ട് കൊടുക്കും. ക്യാൻസൽ ചെയ്യാലോ, 2ഉം 6ഉം ക്യാൻസൽ ആയിട്ട് ഇവിടെ എന്ത് വരും, 3 വരും. ഞാൻ ഒന്നും കൂടി അങ്ങ് എടുത്ത് എഴുതാം, ടാൻ ഇൻവേഴ്സ് 2 കോസ് π/3. ഇതല്ലേ വരാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാലോ, ടാൻ ഇൻവേഴ്സ് 2 അവിടെ കിടന്നോട്ടെ, കോസ് π/3. ഇവിടെ കോസ് ഇൻവേഴ്സ് ഇല്ല കേട്ടോ, കോസേ ഉള്ളൂ. കോസ് π/3 എന്ത് വരും, കോസ് 60. കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2. എത്രയായിരിക്കും, 1/2. ഇവിടെ അങ്ങ് എഴുതി വെച്ചോ, കോസ് π/3 എന്ന് പറഞ്ഞാൽ കോസ് 60 ആ. ആൻസർ എന്ത് വരും, 1/2 ആ. ഇതാ ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തേ. ഇവിടെ എന്താവും, ക്യാൻസൽ ആവും. ക്യാൻസൽ ആയില്ലേ, ബാക്കി ഇവിടെ എന്ത് വരും, ടാൻ ഇൻവേഴ്സ് 1 ആണ്. ടാനിന്റെ ഏത് വാല്യൂലാവാൻ, ഇവിടെ ഇൻവേഴ്സ് ആയി, അപ്പൊ ടാൻ ഇൻവേഴ്സ് 1. ടാനിന്റെ ഏത് വാല്യൂലാവാൻ, ടാന്റെ ഏത് വാല്യൂലാ മക്കളെ വരാ, π/4 ആണ്. ഇത്രയുള്ള പരിപാടി. ഇതേപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവരുടെ റേഞ്ചസ് പഠിക്കില്ല. റേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്, കൊസീക്ക് ഇൻവേഴ്സ് ഉണ്ട്, ടാൻ ഇൻവേഴ്സ് ഉണ്ട്, കോസ് സീക്ക് കോട്ട് ഉണ്ട്, ഇവന്മാരെല്ലാം ഇൻവേഴ്സ് ഉണ്ട്. ഇത് പഠിക്കാനും ഭയങ്കര എളുപ്പമാണ്. എങ്ങനെയാണെന്നറിയോ, നമ്മൾ നേരത്തെ പഠിച്ചൊരു ടീമില്ലേ, സൈൻ കൊസീക്ക് ടാൻ ഇവന്മാരുടെ ഇൻവേഴ്സിന്റെ ഒരു ടീം ആക്കുക, കോസ് സീക്ക് കോട്ട് ഇവന്മാരുടെ ഇൻവേഴ്സിനെയും ഒരു ടീം ആക്കാം. ഇനി ഇവന്മാരെ നമ്മൾ പഠിക്കേണ്ടത് സൈൻ വരുമ്പോൾ എന്താ മക്കളെ വരാ, -π/2 to π/2, അതായത് -90 to 90 വരെ ആവണം. ഇതെന്താന്നുള്ളത് പറയാം കേട്ടോ. ഇവിടെ എന്ത് വരും, കൊസീക്കിന്റെ അവിടെ ഒരു 0 ഉണ്ടല്ലോ. എന്തേ ഞാൻ 0 എടുക്കാതിരുന്നേ, 0 എടുക്കാതിരിക്കാൻ കാരണം കൊസീക്കില് 0 ആംഗിൾ എത്ര വാല്യൂ, ഇൻഫിനിറ്റിയാ. ഇൻഫിനിറ്റി നമുക്ക് വേണ്ട, അതുകൊണ്ട് ആ 0 ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ -π/2 to π/2 അതുപോലെ അങ്ങ് എടുക്കുക, -0 ചെയ്യാം. ഇനി ടാൻ ഇൻവേഴ്സ് ആകുമ്പോഴും -π/2, π/2 തന്നെയാ. അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കും, ഓപ്പൺ ഇന്റർവെൽ ആകും. ഇത്രയുള്ളൂ പരിപാടി. സോ നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് കോസും സീക്കും കോട്ടും അവന്മാരെ ഇൻവേഴ്സിന് ഒരുമിച്ചാണ് പഠിക്കേണ്ടത്. അവിടെ ഏതാ വാല്യൂസ് എടുക്കുക, 0 to π. ഇവിടെയും സീക്ക് ഇൻവേഴ്സ് എന്താ, 0 to π. പക്ഷെ ഞാൻ അവിടെ എന്ത് മൈനസ് ചെയ്തു, π/2 മൈനസ് ചെയ്ത്. എന്തിയെ π/2 മൈനസ് ചെയ്യാൻ, സീക്കില് π/2 ആംഗിൾ അതായത് 90 അവൻ എത്രയാ, ഇൻഫിനിറ്റിയാ, നമുക്ക് വേണ്ട. സോ അതുകൊണ്ട് ഞാൻ ആ π/2 അങ്ങോട്ട് കട്ട് ചെയ്താവുന്നു. നെക്സ്റ്റ് കോട്ട് ഇൻവേഴ്സ്, അവൻ എന്താ സെയിം വാല്യൂ ഓപ്പൺ ബ്രാക്കറ്റ് ആക്കുക. ഇനി ഇവിടെ നമുക്ക് അറിയാം -90 to 90 ആണ്. 0 to π എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും മക്കളെ, 0 to 180 ഡിഗ്രി. ഇതെന്തിനാ പഠിക്കണേന്ന് അറിയോ, നമ്മൾ നേരത്തെ പഠിച്ചൊരു പരിപാടിയില്ലേ, സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ. നമ്മൾ പറഞ്ഞു എന്താ, തീറ്റയാണ്. ഇത് ഈ ഒരു ആംഗിൾ ഒക്കെ വരുമ്പോഴാണ് പ്രശ്നം. ഈ തീറ്റ എന്ന് പറയുന്നത് സൈൻ ആണെങ്കിൽ സൈൻ്റെ റേഞ്ച് ആയിട്ടുള്ള -π/2 π/2 അഥവാ -90 to 90 ഇടയിൽ നിൽക്കണം. 90 വലുത് പോകാൻ പറ്റുമോ, പാടില്ല. -90 ഇപ്പുറത്ത് വരാൻ പറ്റുമോ, അതും പറ്റില്ല. ഇനി ഞാൻ ഇവിടെ എടുക്കുകയാണ് കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ എടുക്കുക.
അതിന്റെ ആൻസർ നമുക്ക് അറിയാം തീറ്റയാണ്. പക്ഷെ ആ തീറ്റ എവിടെ വരണം? ഇവിടെ കോസ് ഇൻവേഴ്സിന്റെ അല്ലേ? ഇപ്പൊ കോസിന്റെ റേഞ്ച് എന്താ? കോസ് ഇൻവേഴ്സിന്റെ റേഞ്ച് 0 to π, അതായത് 0 to 180 ഇടയിൽ നിൽക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. സോ ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ ഇത് പഠിക്കും. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്നുള്ളത് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അങ്ങ് എടുത്തു. ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ തന്നെ സ്വാഭാവികമായിട്ടും ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4. അപ്പൊ ആൻസർ എന്ത് വരും? 3π/4 എന്ന് പറഞ്ഞ ഒറ്റ എഴുതലങ്ങ് എഴുതും. എഴുതരുത്, പ്രശ്നമുണ്ട്. എന്താ അറിയോ? നമ്മൾ ഇവിടെ എന്താ പഠിച്ചു വെച്ചേക്കുന്നത്? ടാനിന്റെ റേഞ്ച് എന്താ? -π/2 to π/2 ആ. അപ്പൊ അതായത് ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ച് എന്തിൽ നിൽക്കണം? -π/2 to π/2, അഥവാ -90ക്കും +90ക്കും ഇടയിലാവണം നിൽക്കേണ്ടത്. -90ക്കും +90ക്കും ഇടയിൽ നിൽക്കണം. ഇവിടെ 3π/4 അല്ലേ കിടക്കണേ? നമുക്ക് നോക്കാം. ഞാൻ വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കാം. 3 × π എന്ന് പറഞ്ഞാൽ 180/4. കാൽക്കുലേറ്ററിൽ മക്കളും ചെയ്തോ? 4ഉം ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 45. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 45 എന്ന് പറഞ്ഞാൽ 135 ഡിഗ്രിയാ. പറ്റുമോ? ഇവിടെ നമുക്ക് -90 to 90 വരെയല്ലേ വരാൻ പാടുള്ളൂ. ഇവൻ എത്രയിൽ വന്നു? 135 വന്നു. കൂടിപ്പോയി, നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവനെ മാറ്റണം. അപ്പൊ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം കഴിഞ്ഞ കൊല്ലം പഠിച്ചതാ, ഇതങ്ങ് പഠിച്ചു വെച്ചോ. ഇത് നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ടാ? ക്വാഡ്രന്റ്സ് പഠിച്ചിട്ടില്ലേ? ക്വാഡ്രന്റ്സ് പഠിച്ചിട്ടില്ലേ? ഇതല്ലേ നമ്മളുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതായിരിക്കും നമ്മളുടെ സെക്കൻഡ്, ഇതായിരിക്കും നമ്മളുടെ തേർഡ്, ഇതായിരിക്കും ഫോർത്ത്. ഇതിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്? ഇതിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും എന്താണ്? പോസിറ്റീവാ. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരൊക്കെ പോസിറ്റീവ് വരുള്ളൂ? സൈനും അതുപോലെ തന്നെ കൊസീക്കും മാത്രമായിരിക്കും പോസിറ്റീവ് വരാ. തേർഡിൽ ആരൊക്കെയാ വരാ? ടാനും കോട്ടും മാത്രമായിരിക്കും എന്ത് വരാ? പോസിറ്റീവ് വരാ. ലാസ്റ്റ് വണ്ണില് കോസും സീക്കും മാത്രമായിരിക്കും പോസിറ്റീവ് വരാ. ഇനി വാല്യൂസ് ഏതൊക്കെ വരും? ഇവിടെ 0 വരും. അത് കഴിഞ്ഞ് ഒരു ഫുൾ ഷിഫ്റ്റ് കഴിയുമ്പോഴത്തേക്കും 360 അഥവാ 2π വരും. അതായത് ഈവൻ നമ്പേഴ്സിന്റെ പൈയൊക്കെ ഇവിടെ വരാം. റൈറ്റ് സൈഡിൽ ഇവിടെ വരും. ഇവിടെ ഏതാ വരാ? π/2. 90 ഡിഗ്രി കറങ്ങുമ്പോൾ π/2 ഒക്കെ ഇവിടെ വരും. ഇനി ഇവിടെ വരുമ്പോൾ ഏതാ വരാ? π 180 വരാ. ഇനി അത് കഴിഞ്ഞ് ഒരു ഷിഫ്റ്റും കൂടി കഴിയുമ്പോഴത്തേക്ക് ആരാ വരാ? 3π വരും, 5π വരും. ഇവരെല്ലാവരും ഈ സെറ്റാ. ഈവൻ പൈ എല്ലാം ഇവിടെ വരും, ഓഡ് പൈ എല്ലാം ഇവിടെ വരും. ഇവിടെ എത്രയാ വരാ? 3π/2 അഥവാ 270 ഡിഗ്രി എല്ലാം ഇവിടെ വരാം. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇവന്റെ റൊട്ടേഷൻ എങ്ങനെ ഏത് ഡയറക്ഷനിലായിരിക്കും? നമ്മളുടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളവരെ മാത്രം ഞാൻ എടുക്കാം. പൈ എന്ന് പറയുന്നത് ഇവിടെ അല്ലേ? ഈ സെയിം ഡയറക്ഷനിലാണെങ്കിൽ പ്ലസ് അവിടെ വരും. അപ്പൊ π + θ എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിൽ വരും? തേർഡ് ക്വാഡ്രന്റിൽ വരും. അപ്പൊ π മൈനസ്, അപ്പൊ ഇവിടെ ബാക്കിലേക്കാ. പൈ ഇവിടെ കിടക്കുക, അതിന്റെ ബാക്കിലേക്ക് എന്ന് പറഞ്ഞാൽ മൈനസ് ഇവിടെ ആയിരിക്കും വരാം. π - θ. അപ്പൊ ഇതങ്ങ് പഠിച്ചു വെച്ചു. π + θ ആണെങ്കിൽ ഇവിടെ വരും, π - θ ആണെങ്കിൽ ഇവിടെ വരും. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എന്തൊക്കെ പറയാം? π/2 + θ. അതെ, ഈ ഒരു ഡയറക്ഷൻ π/2 കഴിഞ്ഞ് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഇവിടെ ഈ ക്വാഡ്രന്റിൽ തന്നെ എന്ത് വരും? π/2 + θ. ഇനി ഇതിന്റെ ബാക്ക് അടിക്കുമ്പോൾ π/2 എന്ന് ഇത് വരുമ്പോൾ ഇവിടെ എന്ത് വരും? π/2 - θ. ഇതങ്ങ് പഠിച്ചു വെച്ചോ. ഇനി ഇതേ ഇവിടെ അല്ലേ 2π, ഈ സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതായിരിക്കും 2π + θ വരാ. ബാക്കിലേക്ക് വരുമ്പോ ഇവിടെ ആയിരിക്കും എന്ത് വരാ? 2π - θ വരാ. ഈ ഒരു ഐഡിയ വേണം. π - θ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അതുപോലെ π + θ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ സൈനും കൊസീക്കും ആയിരിക്കും പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ ടാനും കോട്ടും ആയിരിക്കും ക്വാഡ്രന്റ്. അത് നമുക്ക് എടുക്കാം, പോസിറ്റീവ് വരാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ചെയ്തപ്പോൾ എന്താ പ്രശ്നം? ഇവിടെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 135 ആ. അവൻ ഇതിൽ പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവനെ മാറ്റണം. ഇവനെ മാറ്റാൻ വേണ്ടി നമ്മൾ എടുക്കുകയാണ് ടാൻ ഇൻവേഴ്സ് ടാൻ. ഇനി 3π/4 നമ്മൾ മാറ്റണം. 3π/4 നമുക്ക് എങ്ങനെ എഴുതാം? മുകളില് 3π ആണ് കിടക്കുന്നത്, 3π/4 ആണ്. അപ്പൊ ഈ മുകളിൽ കിടക്കുന്നവനെ നമ്മൾ താഴത്തുള്ളവന്റെ ഫോമിലേക്ക് മാറ്റാം. അതായത് 4ന്റെ മൾട്ടിപ്പിളിന്റെ ഫോമിലേക്ക് ആക്കണം. 3πയുടെ അടുത്ത് കിടക്കുന്ന 4ന്റെ മൾട്ടിപ്പിൾ ചെയ്താ 4π തന്നെയല്ലേ? അപ്പൊ 3π കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? -π/4. ഇനി നമുക്ക് ഇവനെ എങ്ങനെയും കൂടി എഴുതാം. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 4π/4 - π/4. സോ 4ഉം 4ഉം ക്യാൻസൽ ആവില്ലേ മക്കളെ? ആൻസർ എന്ത് വരും? π - π/4. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? π - π/4 എന്നങ്ങ് എഴുതാം. എഴുതിക്കൂടെ? ഇനി ഇവനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് എന്താണ് മക്കളെ? ടാൻ ഇൻവേഴ്സ് ഇത് പഠിച്ചു വെച്ചു. ടാൻ π - π/4 എന്താന്നുള്ളത് നമുക്കറിയാം. π - θ. അപ്പൊ ഇവിടെ പൈയുടെ ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷന് ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ എന്ത് തന്നെ വരും? ടാൻ അതുപോലെ തന്നെ വരും. റൈറ്റിൽ കിടക്കുന്ന
π/4 എടുത്ത് എഴുതുക. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടാൻ π - π/4 π മൈനസ് തീറ്റ. അത് എന്തായിരിക്കും മക്കളെ വരാ? π - തീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും മാത്രമല്ലേ പ്ലസ്. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ആരാ? ടാൻ അല്ലേ? അപ്പൊ അവൻ എന്ത് വരും? മൈനസ് വരും. സോ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നു മൈനസ് ടാൻ π/4. ഇനി ടാൻ ഇൻവേഴ്സിന്റെ അകത്ത് മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താ മക്കളെ സംഭവിക്കുക? മൈനസ് പുറത്തേക്ക് എടുക്കുക. ഇതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുക. സോ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ഇവിടെ ടാൻ π/4 ഇട്ട് കൊടുത്തു. മൈനസ് അതുപോലെ തന്നെ എന്താണ് ഇനി ടാൻ ഇൻവേഴ്സ് ടാൻ കട്ടായി പോയില്ലേ? ബാക്കി അവിടെ എന്ത് വരും? π/4. മൈനസ് π/4 എന്ന് പറഞ്ഞാൽ -45. അത് ഇവരുടെ ഇടയിൽ കിടക്കുന്ന വാല്യൂ അല്ലേ? ഇത്രയുള്ളൂ പരിപാടി. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കണ്ടുപഠിച്ചോ, ഇമ്പോർട്ടൻ്റാ. നെക്സ്റ്റ് പഠിച്ചോ. നെക്സ്റ്റ് ഇതേപോലൊരു ക്വസ്റ്റ്യൻ, സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. ഷോർട്ട് കട്ട് പഠിപ്പിച്ച് തരാവേ. സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ഇപ്പൊ നമ്മൾ പഠിച്ച പോലെ തന്നെ ചെയ്യാം. നമുക്കറിയാം ഒറ്റ അടിക്ക് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ സൈൻ ഇൻവേഴ്സും സൈനും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ അടിക്ക് സാറേ 2π/3 ആൻസർ അല്ല, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് എത്രയാ മക്കളെ? -90 to 90, അതായത് -π/2 to π/2 ആണ് വരാ. സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ വാല്യൂ എത്രയാ? 2π/3. അതായത് 2π/3 എന്ന് പറഞ്ഞാൽ 2π എന്ന് പറഞ്ഞാൽ 360/3, ദാറ്റ് ഇസ് ഈക്വൽ ടു 120 ഡിഗ്രിയാ. 120 എടുക്കാൻ പറ്റുമോ? ഇവന്റെ 90 ഇടയിൽ നിൽക്കണ്ടേ? കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെയും നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത പോലെ അങ്ങ് മാറ്റും. സൈൻ ഇൻവേഴ്സ് ഇവിടെ എന്താ വരാ? സൈൻ 2π/3 നമ്മൾക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? 2π/3 താഴത്ത് കിടക്കുന്നവന്റെ ഫോമിലേക്ക് 2π മാറ്റണം. താഴത്ത് കിടക്കുന്ന 3 അല്ല, അപ്പൊ 2πയുടെ അടുത്ത് കിടക്കുന്ന മൾട്ടിപ്പിൾ ആരാ? 3π. 2π കിട്ടാൻ വേണ്ടി ഒരു മൈനസ് അങ്ങ് ചെയ്യാം. ഇങ്ങനെ കിട്ടിയില്ലേ മക്കളെ? സോ ഇവനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 3π/3 - π/3. 3യും 3യും ക്യാൻസൽ ആയാൽ എന്ത് വരും? π - π/3. ഇങ്ങനെ എഴുതിക്കൂടെ? നമുക്ക് എഴുതി നോക്കാം. സൈൻ π - π/3 ആ. സൈൻ π - π/3 ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈയുടെ ഫംഗ്ഷൻ ആണ്, ഈ ഫംഗ്ഷന് ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ എന്ത് തന്നെ വരും? സൈൻ അതുപോലെ തന്നെ റൈറ്റില, π/3യും അതുപോലെ തന്നെ അങ്ങ് എടുക്കാം. ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. π മൈനസ് ഫോമില. അപ്പൊ π മൈനസ് ഫോം, π - തീറ്റ എന്ന് പറഞ്ഞാൽ അവൻ എന്തിലാ കിടക്കുക? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും പോസിറ്റീവാ. തൊട്ടു മുമ്പിൽ ടാൻ ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് ആയേ. ഇവിടെ സൈൻ അല്ലേ? സൈൻ എന്താ? പോസിറ്റീവാ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് തന്നെ ഇട്ട് കൊടുക്കാം? പ്ലസ് സൈൻ π/3 തന്നെയാണ്. ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇവിടെ കിടക്കുന്ന ഈ വാല്യൂ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്താണ്? 2π/3ക്ക് പകരം നമ്മൾ മാറ്റിയായിരുന്നു സൈൻ ഇൻവേഴ്സ് സൈൻ ഏത് ഫോമുല? π - π/3 അങ്ങ് എഴുതുക. സൈൻ ഇൻവേഴ്സ് എന്താണ് മക്കളെ? സൈൻ π - π/3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക് കിട്ടി. എന്താ കിട്ടിയേ? സൈൻ π/3 കിട്ടി. ഇനി മക്കൾ കട്ട് ചെയ്തോ. സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ആയാൽ ബാക്കി ആൻസർ എന്തായിരിക്കും? π/3 അഥവാ 60 ഡിഗ്രിയാ. ഇവർക്കിടയിൽ കിടക്കുന്നല്ലേ 60 ഡിഗ്രി. ഇനി ഒറ്റ അടിക്ക് ഷോർട്ട് കട്ടിൽ ഇത് എങ്ങനെ സാർ ഇതൊക്കെ ആലോചിച്ചെടുക്കാൻ പറ്റുക? ഷോർട്ട് കട്ട് പഠിച്ചോ? എക്സാമ്പിളിൽ തന്നെ നമുക്ക് നോക്കാം. സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 അല്ലേ കിടക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ 2π/3 ആ. ഒരെണ്ണം ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനൊക്കെ ഒരെണ്ണം കുറവല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ? ഒരെണ്ണം കുറവാണെങ്കിൽ π മൈനസ് അങ്ങ് എടുക്കുക. ഒരെണ്ണം കുറവാണെങ്കിൽ, ന്യൂമറേറ്റർ കുറവാണെങ്കിൽ π മൈനസ് എടുക്കുക. ഈ അറ്റത്ത് എടുക്കുന്നവർ അങ്ങ് എടുക്കുക. ആരാ? π/3. ഇങ്ങനെ ഇനിയിപ്പോ ചെയ്യാൻ പറ്റൂലേ? ഇനി π - തീറ്റ ഏതിലേക്കാ? സെക്കൻഡ് ക്വാഡ്രന്റാ. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ആണെങ്കിൽ അവൻ എന്ത് വരും? പോസിറ്റീവാ. സൈനും കൊസീക്കും പോസിറ്റീവ്, ബാക്കിയുള്ളവരൊക്കെ നെഗറ്റീവാ. ഇനി നമ്മൾ തൊട്ടു മുമ്പിൽ ടാൻ ഇൻവേഴ്സിന്റെ പഠിച്ചില്ലേ? 3π/4. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 3π/4 എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് അറിയാം ന്യൂമറേറ്റർ ചെറുതാ. എഗെയിൻ നമ്മൾ എന്ത് എഴുതുന്നു? π മൈനസ് അങ്ങ് എഴുതുന്നു. ഇനി അറ്റത്ത് കിടക്കുന്നവരാരാ? π/4 ആ. എഴുതിക്കോടാ പഠിച്ച്. ഇനി വലുതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വലുതായി കഴിഞ്ഞാൽ ഇത് ഈ 1ന്റെ ഒക്കെ ഡിഫറൻസ് വരുമ്പോഴാണ് കേട്ടോ. ഇപ്പൊ ഞാൻ എടുക്കുക 5π/4 എടുക്കുക. എങ്ങനെ ഇവനെ പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്യുക? ന്യൂമറേറ്റർ ഒരെണ്ണം കൂടുതലാ. ന്യൂമറേറ്റർ കൂടുതലായി കഴിഞ്ഞാൽ π പ്ലസ് എടുക്കുക. ന്യൂമറേറ്റർ കുറവാണെങ്കിൽ π മൈനസ്, അതായത് ഒരെണ്ണം കൂടുതലാണെങ്കിൽ കേട്ടാ, കൂടുതലും കുറവും വരുമ്പോ π പ്ലസ്. എഗെയിൻ ഈ അറ്റത്ത് എടുക്കുന്നവരെടുത്തോ. ഏതാ? π/4. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. π/4 നമ്മൾ നേരത്തെ പഠിച്ചത് മറന്നു പോകരുത്. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് π - തീറ്റ വരാ. തേർഡ് ക്വാഡ്രന്റിലായിരിക്കും π പ്ലസ് തീറ്റ. സൈനും കൊസീക്കും ആയാലും നമുക്ക് കിട്ടിയെങ്കിൽ ഇവന്മാർ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. π പ്ലസ് തീറ്റയിൽ ആരാ പോസിറ്റീവ് ആവാ?
ടാനും കോട്ടും മാത്രം. ടാനും കോട്ടും ആണെങ്കിൽ മക്കൾ പ്ലസ് കിട്ടോ, ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ നെഗറ്റീവ് കിട്ടോ. ഇത്രയുള്ളൂ പരിപാടി. ഇത് മൊത്തം പഠിച്ചോ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വൈൻഡപ്പ് ചെയ്താലോ. എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഒന്ന് ടേബിൾ നിർബന്ധമായിട്ടും പഠിക്കണം. ടേബിൾ, ഇനി അതിൻ്റെ അകത്ത് ഇൻവേഴ്സിന്റെ റേഞ്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ക്ലബ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു വലിയൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ചെറുതാക്കി ചെറുതാക്കി സിംപ്ലിഫൈ ചെയ്തിട്ട് ഏറ്റവും ചെറിയ ഫോമിലേക്ക് എഴുതാനൊക്കെ നമ്മൾ പഠിച്ചു. സോ ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു. അതുപോലെ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതാണ് സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, തീറ്റ വരും, പക്ഷേ എന്ത് കണ്ടീഷനിൽ അവൻ സൈനിന്റെ റേഞ്ചിലാവണം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും. സോ അതിൽ അടിപൊളിയായിട്ട് അങ്ങ് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ അല്ലേ മക്കളെ?